ഭഗവതേ വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 9 മുതൽ 12 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകങ്ങൾ 13ഉം 14ഉം ആശയപൂർത്തിക്കായി ഒരുമിച്ച് വായിക്കാം. സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിः ബ്രഹ്മചാരിവ്രതേ സ്ഥിത മനഃ സംയമ്യ മच्चित्तो യുക്ത ആസീത മത്പരഃ. അന്വയം: കായശിരോഗ്രീവം സമം അചലം ധാരയൻ. ശരീരം, തല, കഴുത്ത് എന്നിവ സമനിലയിൽ ഇളക്കാതെ നിർത്തിക്കൊണ്ട് സ്വം നാസികാഗ്രം സ്ഥിരഃ സംപ്രേക്ഷ്യ, തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നിശ്ചലനായി നോട്ടം പതിപ്പിച്ചും ദിശഃ ച അനവലോകയൻ, ചുറ്റുപാടും നോക്കാതെയും പ്രശാന്താത്മാ വിഗതഭീഹി, ശാന്തചിത്തനും നിർഭയനുമായി ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ, ബ്രഹ്മചര്യാനിഷ്ഠയോടുകൂടി മനസ്സംയമ്യ, മനസ്സിനെ സംയമനം ചെയ്തിട്ട് മच्चित्तः മത്പരഃ, ചിത്തത്തെ എന്നിലുറപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് യുക്തഃ ആസീത, യോഗയുക്തനായി ഇരിക്കണം. അതായത് ശരീരവും തലയും കഴുത്തും നേർവരയിൽ നിൽക്കത്തക്കവണ്ണം ഇളകാതെ നീണ്ടു നിവർന്ന് നിശ്ചലനായി മൂക്കിൻ തുമ്പിൽ ദൃഷ്ടി പതിപ്പിച്ചും അങ്ങുമിങ്ങും നോക്കാതെയും പ്രശാന്തനും നിർഭയനുമായി ബ്രഹ്മചര്യനിഷ്ഠയോടുകൂടി മനസ്സ് വിഷയങ്ങളിലേക്ക് പായാതെ നിയന്ത്രിച്ച് ചിത്തത്തെ എന്നിൽ തന്നെ ഉറപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് യോഗയുക്തനായി ഇരിക്കേണ്ടതാകുന്നു. യോഗി ധ്യാനിക്കേണ്ട രീതി ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. മൂക്കിൻ്റെ തുമ്പത്ത് നോക്കണമെന്നല്ല, മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കുന്നത് പോലെ നിർത്തണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ശങ്കരഭാഷ്യം. കണ്ണിനെ ആ ലെവലിൽ നിർത്തണമെന്ന് സാരം. അതുപോലെ തന്നെ ബ്രഹ്മചര്യവ്രതം ഇവിടെ പരിമിതമായ അർത്ഥത്തിലല്ല, മറിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയാഭിമുഖ്യത്തെ നിരോധിക്കുക എന്ന വിശാലമായ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ഇനി ശ്ലോകം 15. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. അന്വയം: നിയതമാനസഃ യോഗി, മനസ്സിനെ അടക്കിയ യോഗി, സദാ ഏവം ആത്മാനം യുഞ്ജൻ, എപ്പോഴും ഇപ്രകാരം ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് മത് സംസ്ഥാം നിർവാണപരമാം ശാന്തിം അധിഗച്ഛതി, എന്നിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുന്നു. അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കിയ യോഗി എപ്പോഴും ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എന്നിൽ, അതായത് ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുന്നു. ശ്ലോകം 16. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നത ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അന്വയം: അർജുന, യോഗഃ തു അത്യശ്നതഃ ന അസ്തി. ഹേ അർജുന, യോഗമാകട്ടെ അമിതമായി ഭക്ഷിക്കുന്നവന് ഉണ്ടാകുന്നതല്ല. ഏകാന്തം അനശ്നതഃ ച ന, തീരെ ഭക്ഷിക്കാത്തവനും ഇല്ല. അതിസ്വപ്നശീലസ്യ ച ന, അധികം ഉറങ്ങുന്നവനും ഇല്ല. ജാഗ്രതഃ ച ന ഏവ, അധികം ഉറക്കമൊഴിക്കുന്നവനും ഇല്ല തന്നെ. അതായത്, അല്ലയോ അർജുന,
അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും ഒട്ടും ഭക്ഷണം കഴിക്കാത്തവനും അധികം ഉറങ്ങുന്നവനും ഒട്ടും ഉറക്കമില്ലാത്തവനും ഈ യോഗാനുഭൂതി സിദ്ധിക്കുന്നതല്ല. അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിരിക്കുമല്ലോ. നാട്ടുഭാഷയിൽ ഒരു മൊഴിയുണ്ട്, ഇരുന്നുണ്ണരുത്, നിന്നു കുളിക്കരുത്, കിടന്നുറങ്ങരുത് എന്ന്. ഇരുന്നുണ്ണരുത് എന്നല്ല, ഇരുന്നുണ്ണരുത് എന്നാണ്. അതായത് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കരുത് എന്നാണ്. അതായത് ആവശ്യത്തിലധികം ഭക്ഷിക്കരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ നിന്ന് കുളിക്കരുത് എന്നാൽ കുളിക്കാനായി ഒരുപാട് സമയം എടുക്കരുത് എന്നും, കിടന്നുറങ്ങരുത് എന്നാൽ ഒരുപാട്, അതായത് ആവശ്യത്തിലധികം ഉറങ്ങരുത് എന്നുമാണ്. ഇത് സാധാരണ ഗൃഹങ്ങളിൽ പാലിക്കപ്പെടുന്ന ഒരു ചൊല്ലാണ്. യോഗിയും എല്ലാത്തിലും മിതത്വം പാലിക്കുന്നത് യോഗാനുഭൂതി നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. യോഗി പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.